ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആനുവലി ഉള്ള ടോട്ടൽ ബോഡി ചെക്കപ്പ്. വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസവും കുറച്ചൊരു എമൗണ്ടും ചിലവാക്കുന്നതിൻ്റെ അകത്ത് ഒരു നഷ്ടവുമില്ല. ബേസിക് ടെസ്റ്റുകളായിട്ടുള്ള ഷുഗർ, കൊളസ്ട്രോൾ മാത്രമല്ലാതെ നമ്മുടെ തൈറോയിഡ്, കിഡ്നി, ലിവർ ഇതിൻ്റെയൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇതൊക്കെ കൂടാതെ ECG, അൾട്രാസൗണ്ട് സ്കാനിങ്, നമ്മളുടെ അബ്ഡോമിനൽ ഏരിയ, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അങ്ങനെയുള്ളതിലൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ചില പെണ്ണുങ്ങൾക്ക് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ബ്ലീഡിങ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ട് യൂട്രസ്, ഓവറീസിൻ്റെയൊക്കെ സ്ട്രക്ചറൊക്കെ ചെക്ക് ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. ഡയറ്റീഷ്യൻ, ഫിസീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ ഡെൻറ്റൽ ചെക്കപ്പ്, ഐ ചെക്കപ്പ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തന്നെ എന്തുമാത്രം പൈസയായിരിക്കും ചിലവാക്കുക. അതിന് പകരം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയും ലൈഫ് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെക്കപ്പ് മസ്റ്റായിട്ടും ഇയർലി വൺസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതൊക്കെ പോട്ടെ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇരുന്നിട്ട് ഹൈ വോളിയത്തിൽ റീൽസ് കാണുന്ന അത്തായി കണ്ടോ? വോളിയം കുറയ്ക്കാൻ പറഞ്ഞതിന് അതിപ്പോൾ ഓഫ് ചെയ്യുവേ, എന്നിട്ട് പിണങ്ങി എക്സ്പ്രഷൻ ഇടും, നോക്കിക്കോ. ഇത് കണ്ടാൽ വിചാരിക്കും ഇനി ഫോൺ എടുക്കത്തില്ല എന്ന്. കണ്ട, വിത്തിൻ മിനിറ്റ്സ്. ഇതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അത്ത തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോയി. അപ്പോൾ ഗാലറി കിടന്ന വീഡിയോസ് എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്ന. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.